بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയ മോമിനികളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖവും സന്തോഷവും എന്ന് കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഇഹത്തിലും പരത്തിലും രക്ഷിക്കട്ടെ. മരണാനന്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയരെ, ഇന്ന് എടുക്കുന്നത് 191 വീഡിയോ ആണ്. അത് നമ്മളൊരു 6 ആയത്ത് വരെ മുമ്പ് എടുത്തിട്ടുണ്ട്. അഅ്ലാ സൂറത്തിൽ നിന്ന് 6 ആയത്ത്. സനുഖ്രിയുക ഫലാ തൻസ എന്നിടത്താണ് നമ്മൾ നിർത്തിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ 7ാമത്തെ ആയത്ത് മുതൽക്കാണ്. സനുഖ്രിയുക ഫലാ തൻസ എന്ന് പറഞ്ഞാൽ പിറകെ നിനക്ക് നാം ഓതിത്തരും എന്ത് ഖുർആൻ, ഫലാ തൻസ, അപ്പോൾ നീ മറക്കില്ല എന്നാണ് അല്ലാഹു തആല പറഞ്ഞു വെച്ചത്. എന്നാൽ മറക്കില്ല എന്ന് പറഞ്ഞത് 7ാമത്തെ ആയത്തിൽ പറയുന്നത് ഇല്ലാ മാ ഷാ അല്ലാഹു ഇന്നഹു യഅലമുൽ ജഹ്റ വമാ യഖ്ഫാ. ഇല്ലാ മാ ഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചതല്ലാതെ നീ മറക്കില്ല. അല്ലാഹു ഉദ്ദേശിച്ചതല്ലാതെ മറക്കില്ല എന്ന് പറഞ്ഞാൽ മറക്കുന്ന കാര്യങ്ങളുണ്ട് അവിടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറന്നു പോകുന്ന കാര്യമുണ്ട്. കാരണം അത് നമുക്ക് പറയാം. ഇല്ല മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ മറക്കുകയില്ല എന്നാ പറഞ്ഞത്. മുമ്പുള്ള ആയത്തിൽ സനുഖ്രിയുക ഫലാ തൻസ, നിനക്ക് നാം ഓതിത്തരും ഫലാ തൻസ, അപ്പോൾ നിനക്കത് ഹിഫ്ളാക്കാൻ കഴിയും, ബൈഹാർട്ടാക്കാൻ. അങ്ങനെ ബൈഹാർട്ടാക്കിയാൽ പിന്നെ നീ മറക്കില്ല. എന്നാൽ മറന്നു പോകും. എന്താ എങ്ങനെ മറന്നു പോണത്? അള്ളാഹു ഉദ്ദേശിച്ച കാര്യങ്ങളും അവിടെ മറക്കും. അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടാവും എന്ത്, അത് നസ്ഖ ചെയ്യാൻ. അങ്ങനെ നസ്ഖ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറന്നു പോകും. അപ്പൊ അതാ പറഞ്ഞത്, അങ്ങനെ നസ്ഖ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അള്ളാഹു തആല നസ്ഖ ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെ ക്യാൻസൽ ചെയ്യാൻ, അതിന്റെ സ്ഥാനത്ത് വേറൊന്നും കൊണ്ടുവരാൻ, ഇങ്ങനെയൊക്കെ അള്ളാഹു ഉദ്ദേശിക്കും. അപ്പൊ നസ്ഖ് മൻസൂഖ് എന്ന് പറഞ്ഞിട്ട് ഉലൂമുൽ ഖുർആനിൽ ഒരു ചർച്ച തന്നെയുണ്ട്. നസ്ഖ് മൻസൂഖ് എന്ന് പറഞ്ഞിട്ട്. നസ്ഖ് മൻസൂഖ് എന്ന് പറഞ്ഞാൽ നസ്ഖ് ചെയ്യുക എന്നുള്ള കാര്യം അള്ളാഹു തീരുമാനിക്കും. മൻസൂഖ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നസ്ഖ് ചെയ്യപ്പെട്ട ആയത്തുകൾക്ക് അല്ലെങ്കിൽ വിഷയങ്ങൾക്ക് മൻസൂഖ് ആവുക എന്ന് പറയും. അപ്പൊ അങ്ങനെ അള്ളാഹു ഉദ്ദേശിച്ചത് അല്ലാത്തത് ഒന്നും റസൂല് മറന്നു പോകില്ല എന്നർത്ഥം. ഇല്ലാ മാ ഷാ അല്ലാഹു ഇന്നഹു യഅലമുൽ ജഹ്റ വമാ യഖ്ഫാ, തീർച്ചയായും അല്ലാഹു യഅലമു, അവൻ അറിയും, അൽ ജഹ്ർ, പരസ്യമായതിനെയും, വമാ അഖ്ഫാ, രഹസ്യമായതിനെയും അല്ലാഹു അറിയും. അല്ലാഹുവിന് എല്ലാം അറിയാം എന്ന് വെക്കുമ്പോൾ രഹസ്യമായതും പരസ്യമായതിനെ അല്ലാഹുവിനറിയാം, രഹസ്യമായതിനെയും അല്ലാഹുവിനറിയാം എന്ന് ഇതിന്റെ തഫ്സീറിൽ ലാക്കിൻ മാ അറാദല്ലാഹു നസ്ഖഹു, അള്ളാഹു ഉദ്ദേശിച്ചത്, നസ്ഖ് ചെയ്യാൻ അള്ളാഹു ഉദ്ദേശിച്ച കാര്യമുണ്ടല്ലോ, ആ കാര്യം ഫഇന്നക, തീർച്ചയായും നീ തൻസാഹു, അതിനെ മറന്നുപോകും. അള്ളാഹു നസ്ഖ് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം അത് നീ മറന്നുപോകും എന്നാണ് ഇതിന്റെ അർത്ഥം. ഈ ആയത്തിൽ മുഅ്ജിസത്തുല്ലാഹു അലൈഹിസ്സലാം, ഒരു മുഅ്ജിസത്തുണ്ട്. കാരണം ലഅന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഉമ്മിയ്യ,
റസൂല് ഉമ്മിയായിരുന്നു. ഉമ്മി എന്ന് പറഞ്ഞാൽ ഒരായത്തും എഴുത്തും വായനയും ഒരു അധ്യാപകനിൽ നിന്ന് പഠിച്ചിട്ടില്ല റസൂല്. തീരെ എഴുത്തും വായനയും അറിയില്ല എന്ന് പറയാൻ പറ്റില്ല. എഴുത്തും വായനയും ഒരു അധ്യാപകനിൽ നിന്ന് പഠിച്ചിട്ടില്ല. പ്രധാനമായതായിരിക്ക ഇതോടുകൂടെ അദ്ദേഹം മറക്കുകയില്ല. മാഹ്റാഹു ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഓതിക്കൊടുത്ത വിഷയം റസൂല് മറന്നു പോവുകയില്ല. വകൗനുഹു യഹ്ഫദു ഹാദൽ കിതാബൽ അദീം മിൻ ഗൈരി ദറാസത്തിൻ. റസൂല് ഇതിനെ ഈ ബൈഹാർട്ടാക്കുക എന്നുള്ളത്, ഈ കിതാബിന് ഖുർആനിനെ ബൈഹാർട്ടാക്കുക എന്നുള്ളത് മിൻ ഗൈരി ദറാസത്തിൻ, പഠിക്കാതെ കണ്ട് ഓതിന് കേട്ടാൽ തന്നെ റസൂലിന് അത് ബൈഹാർട്ടായി. വലാ തക്രാറിന് അതോടെ ആവർത്തനവും ഇല്ലാതെയും ലാ യൻസാഹു അബദൻ, ഒരിക്കലും മറക്കില്ല റസൂൽ. ഇങ്ങനെ ആവുക എന്നുള്ളത് റസൂൽ എവിടുന്നും പഠിച്ചിട്ടുമില്ല. എന്നാൽ ഇതിനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ വായിച്ചു പഠിക്കുക അതുമില്ല. വലാ യൻസാഹു അബദ, തീരെ മറക്കില്ല. ഇങ്ങനെ വരിക എന്നുള്ളത് മിൻ അഅ്ളമിൽ ബറാഹിൻ, ഇത് വലിയ തെളിവുകളാണ്, തെളിവുകളിൽപ്പെട്ട കാര്യമാണ്. എന്തിനുള്ള തെളിവാല സിദ്ഖി നബുവ്വത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ പ്രവാചകത്വം വളരെ സത്യസന്ധമാണ്, അതിൽ കള്ളത്തരമൊന്നുമില്ല, കളവായിട്ട് ഒന്നും പറയാനും കഴിയില്ല എന്നുള്ളതിന് വലിയൊരു തെളിവുകളാണ്. പ്രവാചകത്വം സത്യസന്ധത, പ്രവാചകത്വം വളരെ യാഥാർത്ഥ്യമാണ് എന്നുള്ളതിനുള്ള തെളിവുകളിൽ പെട്ട കാര്യമാണ്. റസൂല് ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്ത കാര്യങ്ങൾ അതേപടി മറക്കാതെ ഓതുക എന്നുള്ളത്, ബൈഹാർട്ടാക്കുക എന്നുള്ളത്, അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പഠിക്കുകയോ ഇതൊന്നും ചെയ്യാതെ കണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. ഇത് റസൂലിന്റെ ഒരു മുഅ്ജിസത്താണ്. അതോടൊപ്പം തന്നെ പ്രവാചകത്വത്തിന്റെ സത്യസന്ധതയ്ക്കുള്ള ഏറ്റവും വലിയ അഅ്ളമുൽ ബറാഹീനാണ്. എന്ന് പറഞ്ഞാൽ തെളിവുകളിൽ ഏറ്റവും വലിയ തെളിവുകളാണ്. അതുകൊണ്ട് ആ നബി ഒന്നും മറക്കില്ല എന്ന് പറഞ്ഞിട്ട് ഉടനെ പറഞ്ഞത് അള്ളാഹു നസ്ഖ് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം ഒഴിച്ച്, അള്ളാഹു നസ്ഖ് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ മറന്നു പോകും. പിന്നെ നിനക്ക് നാം എളുപ്പമാക്കി തരും, അതിൽ നിന്നെ നാം എളുപ്പമാക്കി തരും. ഏറ്റവും എളുപ്പമുള്ള കാര്യങ്ങൾ, ഏറ്റവും എളുപ്പമുള്ള കാര്യങ്ങളിലേക്ക് നിന്നെ നാം നയിക്കും എന്നർത്ഥം. അതായത് ശരീഅത്ത്, നിനക്ക് ഏറ്റവും എളുപ്പമുള്ള ശരീഅത്ത്, അതായത് സമാവിയായ ശരീഅത്തുകളില് ഏറ്റവും എളുപ്പമുള്ളതാണ് ഈ ഖുർആൻ, അല്ലെങ്കിൽ നമ്മുടെ ശരീഅത്ത്. ആ ശരീഅത്ത് നിനക്ക് നാം ഉണ്ടാക്കിത്തരും. ഇസ്ലാമിന്റെ ശരീഅത്ത്. അപ്പോൾ എന്നിട്ട് 9-ാമത്തെ ആയത്തിൽ പറയുന്ന നീ ഉപദേശിക്കുക, റസൂലിനോട് പറയാം. മുഹമ്മദ്, പ്രവാചകരെ നിങ്ങൾ ഉപദേശിക്കുക, ബിഹാദൽ ഖുർആനി, ഈ ഖുർആൻ കൊണ്ട്.
ഈ ഖുർആൻ കൊണ്ട് നിങ്ങൾ ഉപദേശിക്കണം മറ്റുള്ളവരെ. അത് എവിടെ ഉപദേശിക്കുക? ഇന്നഫഅത്തി ദിക്റ, ഇന്നഫഅത്ത് ഫലപ്രദമാണെങ്കിൽ അത് ദിക്റ ഉത്ബോധനം, അല്ലെങ്കിൽ ഇന്നഫഅത്ത് ഉപകാരം ചെയ്യുന്നതാണെങ്കിൽ അത് ദിക്റ. فذكر إن نفعت الذكرى. ഫദക്കിർ ഉത്ബോധനം നടത്തുക അല്ലെങ്കിൽ ഉപദേശം ചെയ്യുക. ഇൻ നഫഅത്തി ദിക്റ, എവിടെയാണ് ഉപദേശം നൽകേണ്ടത്? ഇൻ നഫഅത്ത് ഫലപ്രദമാണെന്ന് നിനക്കറിയാമെങ്കിൽ അത് ദിക്റ ഉപദേശം, നിന്റെ ഉപദേശം അത് ഫലപ്രദമായി കാണുന്നതിടത്ത് നീ ഉപദേശിക്കുക. അപ്പോൾ അതിന്റെ തഫ്സീറിൽ ഉപദേശിക്കേണ്ടത് എവിടെ? ഫലപ്രദമാണെന്ന് തോന്നുന്ന രംഗത്ത്. ഫദക്കിറിയ മുഹമ്മദ് ബിഹാദൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് ഉപദേശം നടത്തുക, ഉദ്ബോധനം നടത്തുക. ഹൈസു തന്തഫിയുൽ മൗഇദത്തു വത്തദിക്റത്തു, ഉപദേശവും ഉത്ബോധനവും ഫലപ്രദമാകുന്ന സ്ഥലത്ത് മാത്രം. ലിഖൗലിഹി തആല ഫദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു വഈദ്, ഖുർആൻ കൊണ്ട് ഉത്ബോധനം നടത്തുക. വേറെ ആയത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഫദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു വഈദ്. ഫദക്കിർ ബിൽ ഖുർആനി, ഖുർആൻ കൊണ്ട് ഉത്ബോധനം നടത്തുക. മൻ യഖാഫു വഈദ്, എന്റെ വഈദ് ഭയപ്പെടുത്തി അറിയിക്കുന്ന കാര്യങ്ങളെ പറ്റി ഭയമുള്ളവർക്ക്, ഭയപ്പെടുന്നവർക്ക് ഈ ഖുർആൻ കൊണ്ട് ഉത്ബോധനം ചെയ്യുക അല്ലെങ്കിൽ ഉപദേശിക്കുക എന്നാ പറഞ്ഞിട്ടുള്ളത്. ഇബ്നു കസീർ വലിയ മുഫസ്സിറാണ്. അദ്ദേഹം പറയുന്നത് വമിൻ ഹുന, ഈ പറഞ്ഞതിൽ നിന്ന് യുഖദു അല്ലദ്, ചില മര്യാദകൾ ഉണ്ട് എന്നുള്ളത് കണക്കിലെടുക്കപ്പെടേണ്ടതാണ്. ഫീ നശ്രിൽ ഇൽമി, ഇൽമിനെ വ്യാപിപ്പിക്കുന്നതിൽ, പ്രചരിപ്പിക്കുന്നതിൽ. ഫലാ യലഉഹു ഇൻദ ഗൈരി അഹ്ലി, അതിൻ്റെതായ അതിനോട് ഇൽമുമായി ബന്ധപ്പെട്ട ആളുകൾക്കല്ലാതെ ഇത് കൊടുക്കാൻ പാടില്ല. ഇൽമുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ അയലുകാർക്ക് ഇത് കൊടുക്കാൻ പാടില്ല. വേറെ ഒരു ഇതിൽ പറയും, എൽമിനെ കുരുടന്റെ കയ്യില് വടി പോലെ ആക്കരുത്, ആവശ്യമുള്ളിടത്ത് ചെലവഴിക്കാനാണ് എൽമ്. കുരുടന്റെ കയ്യിലുള്ള വടി എല്ലായിടത്തും കുത്തും, നജസിലും കുത്തും, നല്ല സ്ഥലത്തും വടി കുത്തിയിട്ടാണ് കുരുടൻ നടക്കുക. അതുപോലെ ഇൽമിനെ ആക്കരുത് എന്ന് പറഞ്ഞിട്ടൊരു തത്വമുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ഇൽമ് ആവശ്യമുള്ളിടത്ത് പ്രയോഗിക്കാൻ പാടുള്ളൂ. അല്ലാതെ എല്ലായിടത്തും കുരുടൻ ആവശ്യത്തിനാണ് വടി കുത്തുന്നത്. പക്ഷെ ആ വടി ചിലപ്പോൾ നജസായ സ്ഥലത്ത് കുത്താം, അല്ലെങ്കിൽ താഹിറായ സ്ഥലത്ത് കുത്താം. അത് ഉദ്ദേശപൂർവം അല്ല കുരുടൻ ചെയ്യുന്നത്. കണ്ണ് കാണാത്ത ആള് നടക്കുവാനുള്ള സഹായത്തിന് വേണ്ടി വടി കയ്യിൽ വെക്കുന്നു. ആ വടി കുത്തിക്കൊണ്ട് അയാളുടെ കാര്യങ്ങൾ നിർവഹിക്കുക, കണ്ണ് കാണാത്തവൻ. പക്ഷെ അവൻ വെക്കുന്ന വടി എവിടെയാണെന്ന് അവൻ അറിയില്ല. അതുപോലെ ഇൽമിനാക്കരുത്. നിന്റെ ഇൽമ് അത് വേണ്ടുന്ന സ്ഥലത്തെ പ്രയോഗിക്കാവൂ. ഇൽമിനെ പ്രചരിപ്പിക്കുന്നതിൽ ഉള്ള മര്യാദ അത്
അതിന്റെ അഹിലുകാരല്ലാത്തവർക്ക് നൽകാതിരിക്കലാണ്. അത് വളരെ വ്യക്തമായിട്ടുണ്ടാവും ഞാൻ ഈ പറഞ്ഞത് എന്ന് മനസ്സിലാക്കുന്നു. അതിനോട് ബന്ധപ്പെട്ട ആളുകൾ, അതിനെ അവഗണിക്കുന്ന ആളുകൾക്ക് ഇൽമിനെ നൽകിയിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇൽമ് ഉപദേശം ചെയ്യുമ്പോൾ അത് ഫലപ്രദമാണോ അല്ലേ എന്നുള്ള കാര്യം ആലോചിച്ചറിഞ്ഞുകൊണ്ട് ചെയ്യണം എന്നാണ് ഇവിടെ പറഞ്ഞത്. പിന്നെ 10-ാമത്തെ ആയത്തിൽ സയദ്ദക്കറു ഉപദേശം സ്വീകരിക്കും മൻ ചിലര് യക്ഷ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകള് ഉപദേശം സ്വീകരിക്കുക ചെയ്യും. ഹാദിഹിൽ മൗഇലത്തി ഈ ഖുർആൻ കൊണ്ടുള്ള ഉപദേശം അത് ഫലപ്രദമാകും ആർക്ക്? മൈ യഖാഫുല്ലാഹു തആല അള്ളാഹു സുബ്ഹാനഹു വ തആല പേടിക്കുന്ന ആളുകൾക്ക്. അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ച് പേടിയുണ്ടാവുന്ന ആളുകളെയാണ് ഉപദേശിക്കേണ്ടത്. ആ ഉപദേശം ശരിക്കും ഫലം ചെയ്യും. അള്ളാഹുവിനെ പറ്റി അവഗണിച്ച് സംസാരിക്കുകയും നിരീശ്വരവാദികള് അല്ലെങ്കിൽ യുക്തിവാദികള് ഇവരെ ഉപദേശിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അവര് പടച്ചവനെ പേടിക്കുന്നതിൽ പെടണം. പേടിക്കുന്നതിൽ പെടാത്ത കാലത്തോളം അവരെ ഉപദേശിച്ചിട്ട് കാര്യമില്ല. ഉപദേശം സ്വീകരിക്കൽ അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് 10-ാമത്തെ ആയത്തിൽ പറഞ്ഞത്. സയദ്ദക്കറു മൻ യഖ്ശ വയതജന്നബുഹാ അൽ-അശ്ഖ അല്ലദീ യസ്ലാ അൻ-നാറൽ കുബ്റാ വയതജന്നബുഹാ തജന്നബ എന്ന് പറഞ്ഞാൽ അകന്നു പോയി. യത്തജന്നബു അകന്നു പോകും. മുളാരിയായ ഫീല മുസ്തഖ്ബല അകന്നു പോകും. യത്തജന്നബു അകന്നു പോകും. ഈ ഉപദേശത്തിൽ നിന്ന് അകന്നു പോകും. ഉപദേശം ചെയ്യുമ്പോഴോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശം ചെയ്യുമ്പോൾ ഉപദേശത്തിൽ നിന്ന് അകന്നു പോകും. ആര്? അൽ അഷ്ഖ പരാജിതനായ നിർഭാഗ്യവാനായ മനുഷ്യൻ. അഷ്ഖ എന്ന് പറഞ്ഞാൽ ഷഖീ പരാജിതൻ, അല്ലെങ്കിൽ ഷഖീ. ഇതിന്റെ ഓപ്പോസിറ്റ് സഈദാണ്, വിജയിച്ചവൻ. സഈദ് വിജയിച്ചവൻ. ഷഖീ പരാജയപ്പെട്ടവൻ. ഷഖീ. ഈ ഷഖീയിൽ നിന്ന് മറ്റൊരു വാക്കാണ് അൽ അഷ്ഖ എന്നുള്ളത്. അഷ്ഖ അഫല തഫ്ലീലാണ്. പരാജിതൻ അകന്നു പോകും. ഇങ്ങനെയുള്ള പരാജിതനാണ്, നിർഭാഗ്യവാനാണ്. അവൻ വെന്ത് എരിയും. അന്നാറ അൽ കുബ്ര വലിയ അഗ്നി. വലിയ അഗ്നി എന്ന് പറഞ്ഞാൽ ഏതാ? വലിയ അഗ്നി എന്ന് പറഞ്ഞാൽ ആഖിറത്തിലെ തീയിനെ പറ്റി പറയുന്നതാണ് വലിയ അഗ്നി. വലിയ അഗ്നി. നാറ് എന്നുള്ളത് സ്ത്രീലിംഗമാണ്. അതില് അപ്പോൾ അതിനെ കുബ്ര എന്ന്, ഏറ്റവും വലിയ അഗ്നി എന്ന് സ്ത്രീലിംഗമാക്കി പറഞ്ഞു. കുബ്ര എന്നുള്ളത് അക്ബർ പുല്ലിംഗം, കുബ്ര സ്ത്രീലിംഗം. അല്ലദീ എങ്ങനെയുള്ള പരാജിതനാണ്, നിർഭാഗ്യവാനാണ്. യസ്ല അവൻ വെന്തെരിയും, കത്തിയെരിയും. അന്നാറ അഗ്നിയിൽ. അൽ കുബ്ര ഏറ്റവും വലുതായ ആ അഗ്നി. വലിയ അഗ്നി എന്ന് പറയുന്നത് ആഖിറത്തിലെ തീയിനെ പറ്റിയാണ്. ദുന്യാവിലെ അഗ്നി എന്ന് പറഞ്ഞത് ഏറ്റവും ചെറിയ അഗ്നിയാണ്. ദുന്യാവിലെ അഗ്നി വളരെ ചെറിയ
തോതിലുള്ള അഗ്നിയാണ്. അതിൽ എത്രയോ വലുതാണ് ആഖിറത്തിലെ അഗ്നി. അപ്പോൾ ചെറിയ അഗ്നിയുടെ ഒരു അംശം പോലും സഹിക്കാൻ കഴിയാത്ത നമ്മൾ എന്തായിരിക്കും നരകം, ആ നരകത്തിൽ വെന്തരിയുന്ന. അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ നരകത്തിൽ നിന്ന്, നമ്മൾക്ക് വേണ്ടപ്പെട്ടവരെയും. നഊദു ബില്ലാഹി മിൻ ദാലിക്. പടച്ചവനെ, ഞങ്ങളെ നരകത്തിൽ നിന്ന് നീ രക്ഷിക്കണം, സ്വർഗത്തിൽ ഞങ്ങൾക്കൊരിടം തരികയും ചെയ്യണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ അല്ലദീ യദ്ഖുലു നാറൻ ജഹന്നം അൽ മുസ്തഖിർ, ആളിക്കത്തുന്ന നരകാഗ്നിയിൽ, ജഹന്നമിന്റെ നരകാഗ്നിയിൽ പ്രവേശിക്കുന്ന അഷ്കയാണ്. അതിന്റെ തഫ്സീറാണ് വായിക്കുന്നത്. അല്ലദീ, അഷ്ക എന്ന് പറഞ്ഞാൽ അല്ലദീ യസ്ലന്നാറൽ കുബ്രയാണല്ലോ. അപ്പൊ യസ്ല എന്ന് പറഞ്ഞാൽ യദ്ഖുലു, അവൻ പ്രവേശിക്കും, നാറ ജഹന്നമ, ജഹന്നമിന്റെ തീയിൽ, അഗ്നിയിൽ. അതാണ് വലിയ തീ. അൽ മുസ്തഖിറത്തി, ആളിക്കത്തുന്ന തീ. അൽ അലീമത്തിൽ ഫളിയത്തി, വളരെയധികം ശക്തമായ അഗ്നിയാണ്. അപ്പോ കാലൽ ഹസൻ, ഹസൻ എന്ന് പറയുന്ന മുഫസ്സിർ, വ്യാഖ്യാതാവ്, ഖുർആൻ വ്യാഖ്യാതാവ് പറയുന്നത് നാറുൽ അലീമത്തിൽ കുബ്ര എന്ന് പറഞ്ഞാല് നാറുൽ അലീമത്തിൽ കുബ്ര, വലിയ തീയിൽ. അത് നാറുൽ ആഖിറയാണ്, പരലോകത്ത് തീയാണ്. വസ്സുഖറ, ചെറിയ തീ എന്ന് പറയുന്നത് നാറു ദുനിയാവിന്റെ തീയാണ്. അപ്പോ യത്ജന്നബുഹ, അതിനെ വിട്ടകന്നു പോകും. മല്ലസ്ക, പരാജിതൻ അല്ലെങ്കിൽ നിർഭാഗ്യവാൻ. അല്ലതി, എങ്ങനത്തെ നിർഭാഗ്യവാൻ. യസ്ലാവൻ, വെന്തരിയും, വെന്ത് എരിഞ്ഞു പോകും. മന്നാറൽ കുബ്ര, ജഹന്നമിലെ തീയിൽ. സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യാ, പിന്നെ ലാ യമൂതു, അവൻ മരിക്കുകയില്ല. ഫീഹാ, അഗ്നിയിൽ അവൻ മരിക്കില്ല. നരകത്തിൽ കിടന്നാലേ അവൻ മരിച്ചു പോവില്ല. മരിച്ചു പോയാൽ അവന് ഇസ്തിറാഹത്തായി, വളരെ വിശ്രമമായില്ലേ. മരിച്ചും പോയി കഴിഞ്ഞാൽ പിന്നെ അവനൊരു ശിക്ഷയും ഏൽക്കേണ്ടി വരില്ല, ഒന്നും വരില്ല. അതില്ല, മരണം എന്ന് പറയുന്നത് ഇല്ല എന്ന് ആഖിറത്തിൽ. പിന്നെ വല യഹ്യ, എന്നാൽ ജീവിക്കുവോ? ജീവിതം എന്ന് പറഞ്ഞാൽ നല്ല നിലക്ക് ജീവിക്കുക, അതുമില്ല. അപ്പൊ മരിക്കുകയില്ല, ജീവിക്കുകയില്ല. മരണവുമില്ല, ജീവിതവുമില്ല. മരണമില്ലെങ്കിൽ പിന്നെ ജീവിക്കലാണല്ലോ, ജീവിതമല്ലെങ്കിൽ പിന്നെ മരണമാണല്ലോ. അപ്പോ രണ്ടും ഓപ്പോസിറ്റ് വാക്കുകളാണ്, ലിദ്ദൈനിയാണ്. അപ്പൊ ഒന്നുണ്ടാവുമ്പോൾ മറ്റതുണ്ടാവില്ല എന്നാണ്. മരണം ഉണ്ടെങ്കിൽ പിന്നെ ജീവിതം ഉണ്ടാവുക, ഒന്നില്ലെങ്കിൽ മറ്റതുണ്ടാവും. മരണമില്ലെങ്കിൽ ജീവിതം ഉണ്ടാവും, ജീവിതം ഇല്ലെങ്കിലോ മരണം ഉണ്ടാവും. അപ്പൊ ഇവിടെ ജീവിക്കില്ല, മരിക്കില്ല എന്ന് പറഞ്ഞത് എന്താ അതിന്റെ ആശയം? ലായമൂത്ത്, മരിക്കില്ല, അവൻ മരിച്ചു പോവില്ല. അവന്റെ ജീവൻ അങ്ങ് പോയിട്ട് നരകത്തില്. അപ്പോ പിന്നെ അവൻ വളരെ സുഖമായിട്ട് പിന്നെ അവന് കഴിഞ്ഞുകൂടാം, മരിച്ചു പോയില്ലേ. എന്നാൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല. വലായഹ്യ, എന്നാൽ അവൻ ജീവിക്കണെങ്ങനെ? ജീവിതം സുഖസുന്ദരമായിട്ട് ജീവിക്കാൻ കഴിയില്ല അവന്. ജീവിക്കുന്നത് ആ ജീവിതം സുഖസുന്ദരമായ ജീവിതമല്ല. ദായമൂത്ത്, അങ്ങനെ മരിക്കുന്നില്ല എന്ന് വരികിൽ അവന് സന്തോഷം ഉണ്ടാവും. വലായഹ്യ, അവൻ ജീവിക്കുന്നില്ല. ഹയാത്ത് തയ്യിബൽ കരീമ, അവിടെ സുഖസുന്ദരമായ ജീവിതവുമില്ല. ബൽ, പിന്നെന്താണ്? ബൽ, എന്നാൽ അവൻ നിത്യമായ ശിക്ഷ ലഭിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. നിത്യമായി കൊണ്ട് അവൻ നിർഭാഗ്യവാനുമാണ്. എപ്പോഴും സക്കാവത്ത് മാത്രമാണ്. അപ്പൊ മരിക്കുന്നുവെങ്കിൽ അവൻ വിശ്രമമായി സന്തോഷത്തിൽ കഴിയല്ല.
മരിച്ചു പോവുകയാണെങ്കിൽ പിന്നെ ഒന്നും ശിക്ഷയെ പറ്റി ചിന്തിക്കേണ്ടതില്ലല്ലോ. അവൻ മരിക്കില്ല, അപ്പൊ ജീവിക്കും. ജീവിക്കുന്നത് എങ്ങനെ? ആ സുന്ദരമായ ജീവിതവുമല്ല, അവിടെ തയ്യാത്ത് തയ്യബല്ല, കരീമയല്ല, വളരെ ഒരു സന്തോഷകരമായ ജീവിതം ഉണ്ടാവില്ല. 14-ാമത്തെ ആയത്ത് ഖദ് അഫ്ലഹ മൻ തസക്ക. ഖദ് അഫ്ലഹ, തീർച്ചയായും വിജയിച്ചിട്ടുണ്ട്. മൻ തസക്ക, തസ്കിയത്തുള്ളവരൊക്കെ വിജയിച്ചിട്ടുണ്ട്. തസ്കിയത്തുള്ളവരെന്ന് പറഞ്ഞാൽ ഈമാൻ കൊണ്ടും അമല് കൊണ്ടും തസ്കിയത്ത്, അവൻ പരിശുദ്ധനായിട്ട് വളരെ നല്ലവനായിട്ട് അവൻ കഴിഞ്ഞു പോയ ആളാണെങ്കിൽ അവൻ വിജയിച്ചു കഴിഞ്ഞു. ഇതിന്റെ തഫ്സീർ ഖദ് ഫാസ മൻ തഹറ നഫ്സഹു ബിൽ ഈമാൻ. വിശ്വാസം കൊണ്ട് അവന്റെ നഫ്സിനെ അവൻ ശുദ്ധമാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള വ്യക്തി അവൻ വിജയിച്ചവനാണ്. വഖലസ അമലഹു ലിർറഹ്മാൻ, റഹ്മാനായ അല്ലാഹുവിന് മാത്രമായിട്ട് അവന്റെ എല്ലാം അർപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ്. അവനാണ് വിജയിച്ചു കഴിഞ്ഞത് എന്ന് പറഞ്ഞത്. വദക്കറസ്മ റബ്ബിഹി ഫസല്ല, വദക്കറ, അവൻ ഓർക്കുകയും ചെയ്തിട്ടുണ്ട്. 15-ാമത്തെ ആയത്. വദക്കറ, അവൻ ഓർക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്മ റബ്ബിഹി, അവന്റെ രക്ഷിതാവിന്റെ നാമത്തെ. എന്നിട്ടോ വസല്ല ഫസല്ല, അവൻ നമസ്കരിക്കുകയും ചെയ്തു. ദക്കറ അലമത്ത് റബ്ബിഹി, അള്ളാഹുവിന്റെ മഹത്വത്തെ പറ്റി അവൻ ഓർത്തു. അവന്റെ രക്ഷിതാവിന്റെ മഹത്വത്തെ പറ്റി അവൻ ഓർത്തു. എന്നിട്ട് ഫസല്ല, അവൻ നമസ്കരിച്ചു. ഖുശൂഅൻ, വളരെ ഖുശൂഅോടുകൂടി നമസ്കരിച്ചു. ഇംതിസാലൻ ലിഅംരിഹി, അവന്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ടുകൊണ്ട് ഖുശൂഅോടുകൂടി അവൻ നമസ്കരിക്കുകയും ചെയ്തു. അങ്ങനെയുള്ളവരാണ് വിജയിച്ചവർ. വദക്കറ ഇസ്മ റബ്ബിഹി ഫസല്ല ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ. ബൽ, പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് തുസിറൂന, നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന അൽ ഹയാത്തദ് ദുനിയ, ഐഹിക ജീവിതത്തെയാണ് നിങ്ങൾ തെരഞ്ഞെടുക്കുന്നത്. നിങ്ങൾ മുൻഗണന നൽകുന്നത് തുഫദ്ദിലൂന അയ്യുഹന്നാസ്, മനുഷ്യരെ നിങ്ങൾ മുൻഗണന നൽകുന്നത്, ശ്രേഷ്ഠമായി കരുതുന്നത് ഹാദിൽ ഹയാത്തുൽ ഫാനിയ, ഈ നശിച്ചു പോകുന്ന ദുന്യവിയായ ജീവിതത്തിനാണ് നിങ്ങൾ പ്രാധാന്യം നൽകുന്നത്, മുൻഗണന നൽകുന്നത്. അലൽ ആഖിറത്തിൽ ബാഖിയ, ശാശ്വതമായി നിലനിൽക്കുന്ന ആ ആഖിറത്തിലെ ജീവിതത്തെക്കാൾ നിങ്ങൾ മുൻഗണന നൽകുന്നത് ദുന്യാവിലെ ജീവിതത്തിനാണ്. വല്ലാഖിറത്തു ഖൈറും വഅബ്ഖാ, എന്നാൽ ആഖിറം, പരലോകം, ഖൈറുൻ, ഏറ്റവും ഖൈറായതാണ്, വഅബ്ഖാ, എന്നും നിലനിൽക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ വൽഹാൽ ഇന്നൽ ആഖിറ, തീർച്ചയായും ആഖിറ, ഖൈറുൻ മിനദ് ദുനിയ, ദുന്യാവിനേക്കാൾ അത്യധികം സന്തുഷ്ടമായതാണ്. ഉഖ്റവിയായ ജീവിതം. ദുന്യാ ഫാനിയ, ദുന്യാവ് ഫാനിയാണ്, ദുന്യാവ് നശിച്ചു പോകുന്നതാണ്. വല്ലഖിറ ബാഖിയ, വല്ലാഖിറ ബാഖിയ, ആഖിറ എന്നും നിലനിൽക്കുന്നതുമാണ്. ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊലാ, 18-ാമത്തെ ആയത്ത്. ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊലാ, ഈ പറഞ്ഞ കുറെ കാര്യങ്ങള്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ലഫി സുഹുഫിൽ ഊലാ, അങ്ങ് ആദ്യം ആ പുരാതനമായ അത് ഏടുകളിലുണ്ട്. ഇതെല്ലാം ഈ പറഞ്ഞ ഉപദേശങ്ങളും എല്ലാം, ഈ സൂറത്തിൽ പറഞ്ഞ ഉപദേശങ്ങളെല്ലാം തന്നെ അത് മുസബ്ബത്തുൻ, ഇത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്, സ്ഥാപിതമായതാണ്. ഫിസ്സുഹുഫിൽ ഖദീമത്തിലൂല, പുരാതനമായ സുഹുഫില്, ഏടുകളിൽ ഇതെല്ലാം സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. അതായത് ഈ പുരാതനമായ ഏടുകൾ എന്ന് പറഞ്ഞാൽ സുഹുഫ് ഇബ്രാഹിം മൂസ,
ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നൽകപ്പെട്ട ഏടുകളും മൂസ നബി അലൈഹിസ്സലാമിന് നൽകപ്പെട്ട ഏടുകളുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ ശരീഅത്തുമായിട്ട് വളരെ യോജിച്ച കാര്യങ്ങളാണ്. ഇത് സമാവിയായ ഗ്രന്ഥങ്ങളിൽ വെച്ച് ഏറ്റവും നമ്മുടെ ഈ ഖുർആനുൽ അദീമുമായിട്ട് അല്ലെങ്കിൽ ഫുർഖാനുൽ അദീമുമായിട്ട് വളരെയധികം ശരീഅത്തുമായിട്ട് വളരെ യോജിച്ച ശരീഅത്തുകളാണ് ഇബ്രാഹിം നബിയുടെയും മൂസ നബിയുടെയും ശരീഅത്ത്. ആ ശരീഅത്തെല്ലാം അടങ്ങിയിട്ടുള്ളത് അവർക്ക് നൽകപ്പെട്ട ഏടുകളിലാണ്. ഈ ഏടുകളാണ് ആദ്യത്തെ ഏടുകൾ, പുരാതനമായ ഏടുകൾ എന്ന് പറഞ്ഞത് കൊണ്ടുള്ള വിവക്ഷ. ഇന്നഹാദാ ലഫി സുഹുഫിൽ ഊലാ, ഈ ഉപദേശങ്ങൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞ ഉപദേശങ്ങളെല്ലാം തന്നെ അത് ആദ്യത്തെ ഏടുകളിലുണ്ട്. ആദ്യത്തെ ഏടുകൾ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബിയുടെ ഏടുകളും മൂസ നബിക്ക് നൽകപ്പെട്ട ഏടുകളും ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ആയില സൂറത്ത് അവസാനിച്ചു. ഇൻഷാ അല്ലാഹ് ഇത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത സൂറത്ത് ഗാശിയയാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.